ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജാമിയയുടെ നോളജ് വേൾഡ് ക്രൗഡ് ഫണ്ടിങ് ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ്, അതിൻ്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്. ഇതിനിടയിലാണ് നമ്മുടെ സുഹൃത്ത് യാസറും മെഹബൂബും എത്തുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ മാസം ഡിസംബർ 10 നമ്മുടെ സുഹൃത്ത് അഫ്സർ അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. സോളിഡാരിറ്റി പ്രവർത്തകനും ചാവക്കാട് ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം കുഴഞ്ഞു വീണാണ് അള്ളാഹുവിലേക്ക് മരണപ്പെട്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു വഖഫ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ചാവക്കാട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ യാസറിൻ്റെ നേതൃത്വത്തിൽ വന്ന് ആ തുക നമുക്കിപ്പോൾ സമർപ്പിക്കേണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്സറിൻ്റെ പരലോക ജീവിതം, ബർസഖി ജീവിതം ആനന്ദകരവും പ്രതിഫലാർഹവുമാക്കി തീർക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിൽ അല്ലാഹു വളരെ അധികം പ്രകാശം നിറച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ എളുപ്പത്തിൽ വിചാരണ പൂർത്തിയാക്കാവുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ യാസർ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സുഹൃത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലയിലാണ് ഈ ഒരു സഹകരണം ഉറപ്പുവരുത്തിയതെന്നാണ്. അതോടൊപ്പം നമുക്കിടയിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു ആശയം പ്രധാനപ്പെട്ടും മരണപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ തന്നെയും നമുക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ വഖഫ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊരാശയം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ യാസർ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കും. അഫ്സറിൻ്റെ മരണം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മരണമായിരുന്നു. അഫ്സർ മരിച്ചു എന്നതിലുപരി നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സോളിഡാരിറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്ന, സ്വയപ്രായം മുതലേ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനായിരുന്നു അഫ്സർ. യഥാർത്ഥത്തിൽ അഫ്സർ മരിച്ചതിന് ശേഷമാണ് അഫ്സറിന് ഇത്രത്തോളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വരെ അവർ വീട്ടുകാരും അടുത്തുള്ള നാട്ടുകാരൊക്കെ അത്ഭുതപ്പെടുന്നത്. അത്രത്തോളം വളരെ സൈലൻ്റായിരുന്നു. നമ്മളൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പൊതുപരിപാടികളിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ കാണാത്ത പല മുഖങ്ങളുണ്ടാവും. പരിപാടി കഴിഞ്ഞാൽ ആ പരിപാടിയുടെ ബാക്കി കാര്യങ്ങൾ, അതായത് കൊടിയഴിക്കലാണെങ്കിലും അതുപോലെ ചെറിയ ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അഫ്സർ ഏകദേശം ഒരു 1.5-2 വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 2-3 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ ബെഡ് റെസ്റ്റുള്ള സമയത്ത് പോലും അഫ്സർ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ യൂത്ത് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പ്രവർത്തകർക്കൊക്കെ, രജിസ്റ്റർ ചെയ്ത പ്രവർത്തകർക്കൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയും വിളിക്കുകയും, ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുക, ആൾക്കാരെ കോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആൾക്കാർ കാണുന്നത്. പക്ഷെ അഫ്സറിൻ്റെ ഒരു ഏരിയ അതായിരുന്നു. അഫ്സർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു പരിപാടിയിൽ വന്ന് നമ്മൾ റിഷാദ് എന്ന് പറയുന്നൊരു സുഹൃത്ത് അഫ്സർ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചത്. കാരണം അഫ്സർ നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് റിഷാദ് ആ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സജീവമായിട്ടുണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ്. വീട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ജനാസയിൽ പങ്കെടുത്ത ആൾക്കാർ, അവനെക്കുറിച്ച് നല്ലതല്ലാതെ ആർക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് വളരെ സൗമ്യമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അഫ്സറിൻ്റെ പോലുള്ളൊരു മരണം, അത് വളരെ സംഘടനയിൽ സജീവമായിരിക്കുമ്പോഴുള്ളൊരു മരണം എന്ന് പറയുന്നത് അതൊരു ഹൈറായി തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ നമ്മോടൊപ്പം അദ്ദേഹത്തെ സ്വർഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر له وارحمه يا رب العالمين. اللهم اكرم نزله يا اكرم الاكرمين. اللهم ادخله فسيح جناتك يا رب العالمين. اللهم تقبله من الصالحين يا رب العالمين. اللهم اجعل قبره روضة من رياض الجنة يا عزيز يا جبار. اللهم إنا نعوذ بك من موت الفجأة يا أرحم الراحمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.